ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടത്തുന്നതായിരുന്ന ലിവർപൂൾ vs മാൻ സിറ്റി മത്സരത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് vs വലൻസിയ മത്സരത്തെക്കുറിച്ചിട്ടുമാണ്. എന്നാൽ നമുക്ക് ആദ്യം സ്പെയിനിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും നമുക്ക് സ്പെയിനിൽ റയൽ മാഡ്രിഡ് vs വലൻസിയ മത്സരം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ റയൽ 2-0 ജയിക്കണം നമ്മൾ കണ്ടു. ഒരു എംബാപ്പയും അതുപോലെ തന്നെ കറേറസുമാണ് ഗോൾ അടിച്ചത്. അപ്പം ആർബിയോളെ സംബന്ധിച്ചിടത്തോളം ആർബിയോളെ വന്നിട്ട് 4ാമത്തെ ലീഗ് മാച്ചാണ്. ആ 4 ലീഗ് മാച്ചസും കളിച്ചതിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഗോളായിട്ടാണ് ആ ലീഗ് മാച്ചസിൽ ആർബിയോളെ കൺസീഡ് ചെയ്തിട്ടുള്ളത്. അത്രയും നല്ലൊരു സ്റ്റാറ്റ്സ് ലാ ലീഗിൽ ആർബിയോളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാക്കണേ ഇന്നലത്തെ കളിമ്പാട ജയിച്ചപ്പോൾ ആ ഒരു അവയോട് കൂടി ഞങ്ങൾ വീണ്ടും 2ാം സ്ഥാനത്ത് ആ ഒരു ബാസൻ്റെ തൊട്ട് പിന്നിൽ 1 പോയിന്റിൻ്റെ ഗ്യാപ്പ് തന്നെ ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയുകയാണ്. ഇന്നലെ എംബാപ്പയും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി 23ാമത്തെ ഗോളാണ് ആ ലീഗിൽ എംബാപ്പ ഈ ഒരു സീസണിൽ അടിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർബിയോള വന്നതിന് ശേഷമുള്ള എല്ലാ മാച്ചസിലും ആ ഒരു ഫസ്റ്റ് മാച്ച് ഒഴികെ കോപ്പ ഡെൽ റേയുടെ മാച്ച് ഒഴികെ എല്ലാ മാച്ചസിലും എംബാപ്പെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇന്നലെ പ്രീമിയർ ലീഗിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ബിഗ് പോരാട്ടമായിട്ടുണ്ടായിരുന്ന ആ ഒരു സിറ്റി vs ലിവർപൂൾ മത്സരം ഒന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പെപ്പ് vs ക്ലോപ്പ് എന്നുള്ള ഒരു മത്സരത്തേക്ക് പോകാം. അപ്പം പണ്ടത്തെ ആ ഒരു അതായത് ക്ലോപ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു സിറ്റി vs ലിവർപൂൾ മത്സരം വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആവേശമായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെ ആ ഒരു വൈബിൽ അത് കിട്ടണില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ സത്യത്തിൽ ആ ഒരു മത്സരം ഫസ്റ്റ് ഹാഫിലൊക്കെ കൂടുതൽ ബോൾ പൊസിഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് സിറ്റി തന്നെയാണ്. അതിനുശേഷം കളി ഒന്ന് ഓണായത് ആ ഒരു സോബോസ്ലായിൻ്റെ ഫ്രീ കിക്കോട് കൂടിയാണ് സെക്കൻഡ് ഹാഫിലാണ്. പക്ഷേ സോബോസ്ലായിൻ്റെ ആ ഒരു ഫ്രീ കിക്കിന് ശേഷം 2 ഗോളുകൾ സിറ്റി തിരിച്ചടിച്ചുകൊണ്ട് ആ ഒരു മത്സരം സിറ്റി വിജയിക്കണം നമ്മൾ കണ്ടു. സംഭവിച്ച് പറഞ്ഞ മാതിരി തന്നെ അതിനുശേഷം സിറ്റി നല്ലൊരു കംബാക്ക് നടത്തി ഹാലൻഡ് ഗോൾ അടിക്കണൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ചെറുക്കിയൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഡിസലോ ചെയ്തു. അതിനുശേഷം സോബോസ്ലായിക്ക് ഒരു റെഡ് കാർഡ് കിട്ടി. അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിറ്റി അവർ 3 പോയിന്റ്സ് വിൻ ചെയ്യുമ്പോഴും ഇപ്പോഴും സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 6 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ആസനലുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ഇജു പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ സിറ്റിക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ആസനലിൻ്റെ ആ ഒരു കനിവ് പോലെ ഇരിക്കും. ആസനൽ ഇനിയും കുറച്ച് മത്സരങ്ങൾ കളിക്കാണ്ട് ആ ഒരു മത്സരങ്ങളിൽ എത്രത്തോളം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമോ അത്രയും സിറ്റിക്ക് അനുകൂലമാണ്. അല്ലാത്ത പക്ഷം ഇജു പറഞ്ഞില്ലേ 6 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ 2 ടീമും തമ്മിൽ. ആ ഒരു ഗ്യാപ്പ് പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ മറികടക്കാൻ സിറ്റിക്ക് നല്ല പാടുപെടേണ്ടി വരും. എന്തായാലും ഇനി വരാനുള്ള കുറച്ച് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന എല്ലാ മത്സരങ്ങളും വലിയ ജയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എവിടെയെങ്കിലും ആർസണൽ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളും മാക്സിമം ജയിക്കാൻ സിറ്റി ശ്രമിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സിറ്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ ലിവർപൂളിൻ്റെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ചെയ്യും. ഇപ്പം നിലവിൽ പോലെ 6ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് ടേബിളിൽ എന്ന് പറയുന്നത്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂൾ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും എത്ര കാലം ഒരു 5-7 മത്സരം കളിച്ച 7 ജയിച്ചു എന്ന് പറയുന്നത് കണ്ട് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ ആ ഒരു EPL ഒക്കെ അടിച്ച് ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പ്ലെയറൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ലിവർപൂളിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9-ാമോ 10ാമത്തെ മാച്ചിലേക്ക് ശേഷമാണ്, അത്ര പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ അതിന് ശേഷമാണ് ആ ഒരു ഡൗൺഫാൾ എന്ന് പറയുന്ന രൂപത്തിൽ ഒരു പെട്ടെന്നൊരു മത്സരം തോൽക്കുന്നു. അതിനുശേഷം നടക്കുന്ന മത്സരങ്ങളൊക്കെ അബദ്ധമാണ് ഒരു കാഴ്ച. പ്രീമിയർ ലീഗിൽ ഇങ്ങനെ അടിയിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു ടോപ്പ് 8 വരാനും ആ ഒരു 32 ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാനൊക്കെ നമ്മളെ ലിവർപൂളിനെ കൊണ്ട് സാധിച്ചിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.